വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം തൊഴിൽ വാർത്തയുടെ രണ്ടാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തു നിന്നുള്ള സഞ്ചാരിയെ അയക്കാനുള്ള കരാറാണ് അടുത്തിടെ ഒപ്പുവയ്ക്കപ്പെട്ടത്? പാകിസ്ഥാൻ. ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തു നിന്നുള്ള സഞ്ചാരിയെ അയക്കാനുള്ള കരാറാണ് അടുത്തിടെ ഒപ്പുവയ്ക്കപ്പെട്ടത്? പാകിസ്ഥാൻ. നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു രാജ്യത്തിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ഏക ബഹിരാകാശ നിലയം ടിയാങ്കോങ്. നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു രാജ്യത്തിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ഏക ബഹിരാകാശ നിലയം ടിയാങ്കോങ്. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആതിഷി. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആതിഷി. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആതിഷി. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആതിഷി. രാജ്യത്ത് ആദ്യമായി ബയോബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏത്? ഡാർജിലിംഗ്. മൃഗശാലയുടെ യഥാർത്ഥ പേര് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. രാജ്യത്ത് ആദ്യമായി ബയോബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതാണ്? ഡാർജിലിംഗ് ആണ്. മൃഗശാലയുടെ യഥാർത്ഥ പേര് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിന്റെ നോട്ട്. ഈ വർഷത്തെ ഏറ്റവും മികച്ച കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 500 ദിർഹത്തിന്റെ നോട്ട്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ തുൾസി ഗ്രാമമാണ്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തുൾസി. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കാലാവധി 2027 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു. ആരാണ് ഉപദേഷ്ടാവ്? വി. അനന്ത നാഗേശ്വരൻ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കാലാവധി 2027 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു. ആരാണ് ഉപദേഷ്ടാവ്? വി. അനന്ത നാഗേശ്വരൻ. നിലവിലെ നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നിലവിലെ നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ശക്തികാന്ത ദാസ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ KP ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ KP ശങ്കരൻ. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഡൊമിനിക്ക. രണ്ടാം സ്ഥാനം ചൈന, മൂന്നാമത് ഹോണ്ടുറാസ്, നാലാമത് മ്യാൻമാർ, അഞ്ചാമത് ഇറ്റലി, ആറാമത് ഇന്ത്യ. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993 മുതൽ 2022 വരെ കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഡൊമിനിക്കയാണ്. രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം ഹോണ്ടുറാസ്, നാലാം സ്ഥാനം മ്യാൻമാർ, അഞ്ചാം സ്ഥാനം ഇറ്റലി, ആറാം സ്ഥാനം ഇന്ത്യ. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ്ബോട്ട് ഗ്രോക്ക് 3. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ്ബോട്ട് ഗ്രോക്ക് 3. BBC-യുടെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മനു ഭാക്കർ. BBC-യുടെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മനു ഭാക്കർ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ബോർഡ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനും ആയിരുന്ന വ്യക്തി ബോറിസ് സ്പാസ്കി. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനും ആയിരുന്ന വ്യക്തി ബോറിസ് സ്പാസ്കി. അടുത്തിടെ ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദെർ ലെയൻ. അടുത്തിടെ ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദെർ ലെയൻ. ബോഫോഴ്സ് തോക്കടിപ്പാടിലെ അഴിമതി പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ബോഫോഴ്സ് ഗേറ്റ്, എ ജേർണലിസ്റ്റ് പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്.
ബൊഫോഴ്സ് തോക്കിടപ്പാടിലെ അഴിമതി പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ബോഫോഴ്സ് ഗേറ്റ്: എ ജേർണലിസ്റ്റ് പെർസ്യൂട്ട് ഓഫ് ദ ട്രൂത്ത്. മൈക്രോസോഫ്റ്റ് ലോകത്തിലെ തന്നെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായ ഏത് സോഫ്റ്റ്വെയറാണ് 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത്? സ്കൈപ്പ്. മൈക്രോസോഫ്റ്റിന്റെ ലോകത്തിലെ തന്നെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായ ഏത് സോഫ്റ്റ്വെയറാണ് 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത്? സ്കൈപ്പ്. 2025 ഫെബ്രുവരി 2-ന് ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫ്ലയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകം ബ്ലൂ ഗോസ്റ്റ്. 2025 ഫെബ്രുവരി 2-ന് ചന്ദ്രനിൽ ഇറങ്ങിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകം ബ്ലൂ ഗോസ്റ്റ്. രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? പട്ടം, തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം. നാഗ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചത് വിദർഭ, തോൽപ്പിച്ചത് കേരളം. നാഗ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിജയിച്ചത് വിദർഭയാണ്, തോൽപ്പിച്ചത് കേരളത്തെ. 2025 സംസ്ഥാന റവന്യൂ അവാർഡ് ജേതാക്കൾ: മികച്ച ജില്ലാ കളക്ടർ NSK ഉമേഷ്, എറണാകുളം. മികച്ച ജില്ലാ കളക്ടറേറ്റ്, തൃശൂർ. മികച്ച സബ് കളക്ടർ K മീര, ഫോർട്ട് കൊച്ചി. മികച്ച RDO TK വിനിത്, നെടുമങ്ങാട്. മികച്ച RDO ഓഫീസ്, ഫോർട്ട് കൊച്ചി. 2025 സംസ്ഥാന റവന്യൂ അവാർഡ് ജേതാക്കൾ: മികച്ച ജില്ലാ കളക്ടർ NSK ഉമേഷ്, എറണാകുളം. മികച്ച ജില്ലാ കളക്ടറേറ്റ്, തൃശൂർ. മികച്ച സബ് കളക്ടർ K മീര, ഫോർട്ട് കൊച്ചി. മികച്ച RDO TK വിനിത്, നെടുമങ്ങാട്. മികച്ച RDO ഓഫീസ്, ഫോർട്ട് കൊച്ചി. കേരളത്തിന്റെ തനത് പഴങ്ങളിൽ നിന്ന് നീള വൈൻ നിർമ്മിച്ച സർവകലാശാല കേരള കാർഷിക സർവകലാശാല. കേരളത്തിന്റെ തനത് പഴങ്ങളിൽ നിന്ന് നീള വൈൻ നിർമ്മിച്ച സർവകലാശാല കേരള കാർഷിക സർവകലാശാല. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ഡെവലപ്മെന്റ് ട്രസ്റ്റും ഫിനിക്സ് സെറ്റിൽമെന്റ് ട്രസ്റ്റും കൈമാറിയ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ശേഖരങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് സൂക്ഷിക്കുക? ഡൽഹിയിലെ ദേശീയ ഗാന്ധി മ്യൂസിയത്തിൽ. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ഡെവലപ്മെന്റ് ട്രസ്റ്റും ഫിനിക്സ് സെറ്റിൽമെന്റ് ട്രസ്റ്റും കൈമാറിയ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ശേഖരങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് സൂക്ഷിക്കുക? ഡൽഹിയിലെ ദേശീയ ഗാന്ധി മ്യൂസിയത്തിൽ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് കെ. ശ്രീറാംകുമാർ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് കെ. ശ്രീറാംകുമാർ. സ്ലോവാക്യയിൽ നടന്ന ലോക അത്ലറ്റിക്സ് റേസ് വാക്കിങ്ങിൽ 11ാം സ്ഥാനത്തെത്തിക്കൊണ്ട് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ആരാണ്? പ്രിയങ്ക ഗോസ്വാമി 56 മിനിറ്റ് 34 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. സ്ലോവാക്യയിൽ നടന്ന ലോക അത്ലറ്റിക്സ് റേസ് വാക്കിങ്ങിൽ 11ാം സ്ഥാനത്തെത്തിക്കൊണ്ട് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ആരാണ്? പ്രിയങ്ക ഗോസ്വാമി 56 മിനിറ്റിൽ 34 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. 56 മിനിറ്റ് 34 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീറിനായി വയലാലിൽ നിർമ്മിക്കുന്ന സ്മാരകം ആകാശമിട്ടായി. വൈക്കം മുഹമ്മദ് ബഷീറിനായി വയലാലിൽ നിർമ്മിക്കുന്ന സ്മാരകം ആകാശമിട്ടായി. ഈയിടെ അന്തരിച്ച മുൻ സോവിയറ്റ് KGB ഓഫീസർ ഏജന്റായ ഒലെഗ് ഗോർദിയോവ്സ്കി ഏത് യുദ്ധത്തിന്റെ ഗതിമാറാൻ കാരണക്കാരനായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ശീതയുദ്ധം. ഈയിടെ അന്തരിച്ച മുൻ സോവിയറ്റ് KGB ഓഫീസർ ഏജന്റായ ഒലെഗ് ഗോർദിയോവ്സ്കി ഏത് യുദ്ധത്തിന്റെ ഗതിമാറാൻ കാരണക്കാരനായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ശീതയുദ്ധം. വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ സർപ്പ മൊബൈൽ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ സർപ്പ മൊബൈൽ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. ദേശീയ ഓപ്പൺ ജംപ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരങ്ങൾ NV ഷീന, അബ്ദുള്ള അബൂബക്കർ. ദേശീയ ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരങ്ങൾ NV ഷീന, അബ്ദുള്ള അബൂബക്കർ. കേരള പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന വികസന പഠന വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ഗോത്ര സാഹിത്യോത്സവം നിർത്തി. കേരള പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന വികസന പഠന വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ഗോത്ര സാഹിത്യോത്സവം നിർത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വികസിപ്പിച്ച ഏത് തദ്ദേശീയ ലഘുയുദ്ധ ഹെലികോപ്റ്റർ ആണ് കര വ്യോമസേനകൾക്കായി കേന്ദ്രം വാങ്ങാനൊരുങ്ങുന്നത്? പ്രജന്റ്.
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വികസിപ്പിച്ച ഏത് തദ്ദേശീയ ലഘുയുദ്ധ ഹെലികോപ്റ്ററാണ് കര വ്യോമസേനകൾക്കായി കേന്ദ്രം വാങ്ങാനായിട്ട് ഒരുങ്ങുന്നത്? പ്രജന്റ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്ര. ബെലാറസിന്റെ പ്രസിഡന്റായി 7ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. ബെലാറസിന്റെ പ്രസിഡന്റായി 7ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ഖേലോ ഇന്ത്യ ദേശീയ പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ കേരള താരം ജോബി മാത്യു. ഖേലോ ഇന്ത്യ ദേശീയ പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ കേരള താരം ജോബി മാത്യു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് മികച്ച ബൗളർക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പുരസ്കാരം നേടിയ മലയാളി വിഘ്നേഷ് പുത്തൂർ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് മികച്ച ബൗളർക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പുരസ്കാരം നേടിയ മലയാളി വിഘ്നേഷ് പുത്തൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി സർക്കാർ ടൗൺഷിപ്പ് ഒരുക്കുന്നത് എവിടെയാണ്? കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി സർക്കാർ ടൗൺഷിപ്പ് ഒരുക്കുന്നത് എവിടെയാണ്? കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ്. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണ്? 369 രൂപ. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ്? 369 രൂപ. 2025 മാർച്ചിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം പ്രധാനമായും ബാധിച്ച രാജ്യങ്ങൾ മ്യാൻമാർ, തായ്ലൻഡ്. 2025 മാർച്ചിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം പ്രധാനമായും ബാധിച്ച രാജ്യങ്ങൾ മ്യാൻമാറും തായ്ലൻഡും. ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങി മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകുന്ന ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട മൃഗങ്ങളെ വെടിവെക്കാമെന്നാണ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി അറിയിച്ചത്? ഷെഡ്യൂൾ 2. ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങി മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകുന്ന ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട മൃഗങ്ങളെ വെടിവെക്കാമെന്നാണ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി അറിയിച്ചത്? ഷെഡ്യൂൾ 2. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൈന്യത്തിനുള്ള അത്യാധുനിക ട്രക്ക് നിർമ്മിച്ച ഭാരത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ കേരളത്തിലെ യൂണിറ്റ് എവിടെയാണ്? പാലക്കാട്. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൈന്യത്തിനുള്ള അത്യാധുനിക ട്രക്ക് നിർമ്മിച്ച ഭാരത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ കേരളത്തിലെ യൂണിറ്റ് എവിടെയാണ്? പാലക്കാട്. രാജാ രവിവർമ്മ വരച്ച ഏത് ചിത്രമാണ് ഈയിടെ ജർമ്മനിയിലെ ഫ്രിറ്റ്സ് ഫ്ലീച്ചർ കുടുംബം 16 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റത്? റിദ്ധി സിദ്ധി ഗണപതി. രാജാ രവിവർമ്മ വരച്ച ഏത് ചിത്രമാണ് ഈയിടെ ജർമ്മനിയിലെ ഫ്രിറ്റ്സ് ഫ്ലീച്ചർ കുടുംബം 16 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റത്? റിദ്ധി സിദ്ധി ഗണപതി. 51ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. പുതിയ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. പുതിയ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. കടുവ സങ്കേതങ്ങൾക്ക് പുറത്തുപോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമണങ്ങൾ തടയാൻ മുൻകരുതൽ എടുക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതി. കടുവ സങ്കേതങ്ങൾക്ക് പുറത്തുപോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമണങ്ങൾ നടത്താൻ മുൻകരുതൽ എടുക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതി. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.